ദാരിദ്ര്യമാണ് മനുഷ്യനെ ഏറ്റവും മോശമാക്കുന്ന കാര്യം. നല്ലോണം അധ്വാനിക്കണം, നല്ല വരുമാനം വേണം, ജീവിതമാർഗം എപ്പോഴും ഉണ്ടായിരിക്കണം. ജീവിതമാർഗത്തെ 3 തരംതിരിക്കാം. ജീവിതമാർഗത്തെ, ഉപജീവന മാർഗത്തെ 3 തരംതിരിക്കാം. ഒന്ന് കൃഷി, മറ്റൊന്ന് കച്ചവടം, മൂന്നാമത്തേത് കൈത്തൊഴിൽ. ഉപജീവന മാർഗം 3 ഒന്നാമത്തേത് കൃഷി. അമ്പിയാക്കൾ കുറേ ആൾക്കാരെ പരിശോധിച്ചാൽ കർഷകന്മാരാണ്. ഒരുപാട് അമ്പിയാക്കൾ കർഷകന്മാരായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം കർഷകനാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം കർഷകനായിരുന്നു. അമ്പിയാക്കളിൽ പലരും കർഷകന്മാരാണ്. രണ്ടാമത്തേത് കച്ചവടം. ബഹുമാനപ്പെട്ട മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും കച്ചവടത്തിന് പോയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കച്ചവടം. മൂന്നാമത്തേത് കൈത്തൊഴിൽ, അധ്വാനം, കൈത്തൊഴിൽ. എന്തെങ്കിലും ഒരു തൊഴിൽ എല്ലാവർക്കും അറിയണം. വയല് തൊഴിലല്ല. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കാൻ ചെന്നാൽ ആൾക്കാർ ചോദിക്കും, നിങ്ങളെവിടെ ജോലി ചെയ്യണതെന്ന് ചോദിക്കും. എനിക്ക് ഈ പണി തന്നെ കഴിഞ്ഞിട്ട് ഒഴിവില്ല, എന്നാലും ചോദിക്കും എന്ത്, നിങ്ങളെവിടെ ജോലി ചെയ്യണത്. അപ്പോൾ ഞാൻ പറയും കൊളമംഗലം പള്ളിയിൽ ഖത്തീബാണ്. അപ്പം ചോദിക്കും അതിന് നിങ്ങൾക്ക് എവിടെ ഒഴിവുണ്ടായാലേ, എന്നാലും അത് പറയോളം ചോദിക്കൂല നിങ്ങൾക്ക് എവിടെ ഒഴിവെന്ന്. കൊളമംഗലം പള്ളിയിൽ ഖത്തീബാണ്. പോലീസുകാർ കയ്യാട്ടിയെന്ന് വിചാരിച്ചോളി വണ്ടിക്ക്, അല്ലെങ്കിൽ നമ്മളൊരിക്കലും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പോലീസുകാരൻ തടുത്ത് രാത്രി, എന്താടാ എൻ്റെ പേര് ഇന്നതാ, എന്താ എനിക്ക് പണി? ഒരു പണിയില്ല. എന്നാൽ കേരള വണ്ടിയിൽ അറിയും, ഒരു പണിയില്ലേ? ഒരു പണിയില്ലാത്തവനൊന്നിനും പറ്റൂല, അതന്നെ സംഗതി. അപ്പോൾ ഒരു തൊഴിൽ നമുക്ക് അറിയണം. ചെയ്യണോ ചെയ്യാതിരിക്കണോ വേറെ കാര്യമാണ്. എന്തെങ്കിലും ഒരു പണി അറിയണം. എനിക്ക് ഡ്രൈവിംഗ് അറിയാം, ഒരു പണി എന്തെങ്കിലും എല്ലാവർക്കും അറിയണം. ടൈലറിങ് പറ്റും. നൂൽ നൂറ്റതും ഹവ്വയാണ് ആദ്യമായി, അതുകൊണ്ടു വസ്ത്രം നെയ്തതും നബി ആദമായി. ആദം നബി അലൈഹി സ്വലാം ടൈലറായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അറിയണം, അല്ലെങ്കിൽ ആശാരിപ്പണി അറിയണം. തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന, തേക്കിന്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധന. ബഹുമാനപ്പെട്ട സയ്യിദന നൂഹ് നബി അലൈഹിസ്സലാം. കൽപ്പണിയിലെന്തു സമർത്ഥന സക്കരിയ, നമുക്കെന്തു മടിയാ തൊഴിലു ചെയ്യാൻ വയ്യ. അങ്ങനെ തന്നെ ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ. ഇരുമ്പ് പണി, പടയങ്കി ഉണ്ടാക്കുക പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ട് നൂലുണ്ടാക്കിയിട്ടാണ് പടയങ്കി നെയ്യ. കൊല്ലപ്പണിയായിരുന്നു സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാം. ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്ത ജീവിതം യാ സാഹിബി. വട്ടി സമം കൊട്ട, കൊട്ടയുണ്ടാക്കിയിട്ടായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാം ജീവിച്ചിരുന്നത്. അപ്പം എന്തേലും ഒരു പണി അറിയണം, അല്ലേ ഈ പോലീസ് വണ്ടി കയറിക്കോളി. അധ്യാപനം തൊഴിലല്ല, സേവനമാണ്. അതിനെന്തേലും കിട്ടിയാൽ അത് ഹദിയാൻ്റെ ഗണത്തിലേ പെടുള്ളൂ. അധ്യാപനം എന്ന് പറയുന്നത് തൊഴിലല്ല. ശരിക്ക് തൊഴിൽ വേറെ വേണം. ആവശ്യമില്ലെങ്കിൽ ചെയ്യണ്ട, ആവശ്യം ഉണ്ടാവുമ്പോൾ ചെയ്യാൻ. അപ്പം എന്തെങ്കിലും ഒരു തൊഴിൽ അറിഞ്ഞിരിക്കണം. തന്നെ അനക്കെന്താ പണി, എന്ത് പണി എനിക്കറിയാം എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ എന്താ പറയുക, അങ്ങനെ ഞാൻ തന്നെ അങ്ങനെ ആലോചിച്ചാണ്ട് നിൽക്കരുത്. എന്തെങ്കിലും ഒരു സംഗതി, എന്തെങ്കിലും ഒന്നുമില്ലേ കമ്പ്യൂട്ടറുമ്പോൾ മേടാനെങ്കിലും, എന്തെങ്കിലും ഒരു തൊഴിൽ, മൈക്ക നേരാക്കാനെങ്കിലും, ലൈവ് വിടാനെങ്കിലും എന്തെങ്കിലും ഒരു പണി നമുക്കറിയണം. എന്തെങ്കിലും ഒരു പണി. അപ്പോൾ ഓരോരുത്തരും അവനോട് ചോദിക്കും എനിക്കെന്താ ഇപ്പോൾ പണി. അധ്യാപനം അല്ല, വയല് തൊഴിലല്ല, ഇമാമത്ത് തൊഴിലല്ല, ടീച്ചറാകുക എന്നുള്ളത് തൊഴിലല്ല. അതിപ്പോൾ തൽക്കാലം ജീവിക്കാൻ പറ്റും, അങ്ങനെ ജീവിച്ചു പോകണ്ട് എന്നുള്ളത് ശരിയാണ്. വൽ തന്തുർ നഫ്സുൻ മാതാ തക്സിബു ഗദൻ. ഓരോരുത്തരും ചിന്തിക്കട്ടെ നാളെ എന്താവുമെന്ന്. ആ നാളേക്ക് രണ്ടർത്ഥാണ്. ഒന്ന് ദുന്യാവ് കഴിഞ്ഞിട്ടുള്ള ആഖിറത്തിലെ നാളെ, വേറൊന്ന് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുള്ള നാളെ. എല്ലാവരും ആലോചിക്കട്ടെ. അതിന് വേറൊരു മാനുണ്ട്.
അതിന് വേറൊരു മായനുണ്ട്. സ്വന്തം കാര്യം മാത്രം ആലോചിച്ചാൽ പോരാ, കുടുംബത്തിന്റെ കാര്യവും കൂടി ആലോചിക്കണം. വൽ തൻദുറ നഫ്സുൻ മാദാ തക്സിബു ഗദാ, എനിക്ക് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം എങ്ങനെയാണ് ജീവിക്കുക എന്നത് ഓരോരുത്തരും ആലോചിക്കണം. അതൊരാലോചനയാണ്. വൽ തൻദുർ നഫ്സുൻ മാദാ തക്സിബു ഗദൻ, നാളെ എന്ത് സംഭവിക്കും, എനിക്ക് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കുക, എന്നാൽ എൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കും, ഓരോരുത്തരും ചിന്തിക്കണം. ഒരു നല്ല മെറിറ്റിൻ്റെ തുന്നൽ മെഷീനെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് തുന്നാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാക്സെങ്കിലും അടിച്ചെങ്ങാണ്ട് അവർ ജീവിച്ചു കൊള്ളും എന്ന ഒരു സമാധാനമെങ്കിലും നമുക്ക് വേണം. അല്ലെങ്കിൽ കുറച്ച് നാടൻ കോഴികളെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ വളർത്തിങ്ങാണ്ട് കോഴിമുട്ട വിറ്റിട്ടെങ്കിലും അവർ ജീവിച്ചു കൊള്ളും എന്ന ഒരു ചിന്തയെങ്കിലും നമുക്ക് വേണം. അല്ലെങ്കിൽ കുറച്ച് 2-3 ആടുകളുണ്ടെങ്കിൽ ആടുകളെ വളർത്തിങ്ങാണ്ട് പാല് വിൽക്കും ചെയ്യാം, കുറച്ച് കഴിഞ്ഞാൽ കുട്ടികളും വിൽക്കാം, അങ്ങനെ അവർ ജീവിച്ചോളും എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു. ഫുഖറായിനോടുള്ള ആജ്ഞ കോഴി വളർത്തലാൻ, ഇതു കാണുവാൻ ഇന്നിബ്നു മാജ നീ നോക്കലാൻ. ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പൈസ ഉള്ളവർക്ക് ആട് വേണം. ഒന്നതി ആടിനെ വാങ്ങാനുള്ള പൈസ പോരാ, ആടിനെ വളർത്താനുള്ള സ്ഥലം കൂടി വേണം. ആരാൻ്റെ പറമ്പ് പോകാൻ പാടില്ല. കോഴിക്ക് പിന്നെ ആ കുഴപ്പമില്ല. ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു. ഫുഖറായിനോടുള്ള ആജ്ഞ കോഴി വളർത്തല. ദരിദ്രന്മാർ ഫക്കീറന്മാരോട്, അവിടുത്തെ ഫക്കീർ ദരിദ്രൻ എന്ന അർത്ഥത്തിലല്ല കേട്ടോ, മിസ്കീൻ എന്ന അർത്ഥത്തിലുള്ള ഫക്കീറാണ്. മിസ്കീനും ഫക്കീറും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാറുണ്ട്, മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഫുഖറായിനോടുള്ള ആജ്ഞ കോഴി വളർത്തല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വെളുത്ത പൂവൻ കോഴി ഉണ്ടായിരുന്നു എന്ന് താരീഖിൽ കാണും. നബി തങ്ങൾക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു വെള്ള പൂവൻ കോഴിയുണ്ട് നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭയങ്കര ഇഷ്ടമായിരുന്നു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ശബ്ദങ്ങളിൽപ്പെട്ട ഒരു ശബ്ദമാണ് കോഴിയുടെ ശബ്ദം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനിഷ്ടപ്പെട്ട ശബ്ദമാണ്. എന്തേ കാരണം? പണ്ട് നമ്മളൊക്കെ നാട്ടിൽ വല്യന്മാർ നാടൻ കോഴിനെ അറക്കാൻ മൊല്ലാക്കാനെ തിരഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ കോഴിനെ പിടിച്ചാണ്ട് ഇങ്ങനെ പോയിട്ട് പള്ളിൻ്റെ അടുത്ത് ചെന്നിട്ട് മരത്തിൻ്റെ മറുവിൽ അല്ലെങ്കിൽ ചുമരിൻ്റെ മറുവിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എത്തി വെക്കും. മൊല്ലാക്ക ഉണ്ടോ? അത് മൊല്ലാക്കാൻ്റെ അടുത്താണ് മാങ്കൊമ്പിൻ്റെ പിടിയിട്ട കത്തിയുള്ളത് എന്ന്. അതിൻ്റെ കാരണം മാങ്കൊമ്പുകൊണ്ട് പിടിയിട്ട നല്ല കത്തി മൊല്ലാക്കാൻ്റെ അടുത്തേ ഉള്ളൂ എന്നതാണോ കാരണം? അല്ല. പിന്നെന്താ കാരണം? അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഒരു വലിയ തത്വമാണ്. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരൊക്കെ ആ തത്വം പറഞ്ഞിട്ടുണ്ട്. കോഴിയെ അറുക്കുന്നവൻ 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചൊല്ലുന്നവനായിരിക്കണം എന്നാണ് പല സൂഫിയാക്കളുടെയും അഭിപ്രായം. അതിൻ്റെ കാരണം കോഴി 24 മണിക്കൂറും തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാകുന്നു എന്നതാണ്. എല്ലാ ജീവികളും അങ്ങനെയാണ്. കരച്ചിലിൽ പ്രാവ് നിന്നെ തോൽപ്പിക്കാതിരിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു തൻ്റെ താജുൽ അറൂസിൽ പറഞ്ഞിരിക്കുന്നു, കരച്ചിലിൽ പ്രാവ് നിന്നെ തോൽപ്പിക്കാതിരിക്കട്ടെ. കരച്ചിലൊരു ദിക്റാണ്. فمن ذكر الرب المهيمن خاليا ففاضت به عيناه خوفا نكالي. കരച്ചിൽ ദിക്റാണ്. فمن ذكر الرب المهيمن, മുഹൈമിനായ റബ്ബിനെ ഒരാൾ ഖാലിയൻ ഒഴിഞ്ഞിരുന്ന് ആലോചിച്ചു. ഫഫാദത്ത് ബിഹി ഐനാഹു, 2 കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി. ലാ യലിജുന്നാറ റജുലുൻ ബക്കാ മിൻ ഖശ്യത്തില്ലാ.
ലാ യലിജുന്നാറ നരകത്തിൽ പ്രവേശിക്കയില്ല റജുലുൻ ഒരു മനുഷ്യൻ ബക്ക അവൻ കരഞ്ഞു മിൻ ഖശ്യത്തില്ലാഹ് അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ പോകൂല എന്ന് മുഹമ്മദ് നബി. ഞാനിപ്പോൾ ഈ റമദാൻ്റെ തൊട്ട് മുമ്പ് ഞാനത് കുറേ സ്ഥലത്ത് പാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ കടവ് റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി ഉച്ചക്ക്. അപ്പം ഇങ്ങനെ ഒരു ഫാൻ്റെ ഒക്കെ ഇട്ടിട്ട് ഇൻസൈഡൊക്കെ ചെയ്തിട്ട് വെയിറ്റർ ഒരു ചെറുപ്പക്കാരൻ ചെറിയൊരു താടിയൊക്കെ ഉണ്ടായിട്ടൊരാൾ ചോറ് കൊടുന്നിട്ടെന്നപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാണ്ട് ഇട്ടെന്നു. ബിസ്മില്ല ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അയാൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടതാണ്. എനിക്കിങ്ങനെ നോക്കണ പരിപാടി ഉള്ളതുകൊണ്ട് കേട്ടതാണ്. പിന്നെ ആരൊക്കെ എന്തൊക്കെയാണ് പറയണതെന്ന് നോക്കണൊരു പരിപാടി ഉണ്ട് എനിക്ക്, അതുകൊണ്ട് കേട്ടതാണ്. അയാൾ ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതിലേറെ വലിയൊരു ദഅവത്ത് എന്താ ഉള്ളത്? എത്ര മനുഷ്യന്മാർക്ക് ഹിദായത്തിന് ആ ഒരൊറ്റ ബിസ്മി കാരണമാവും. ദാക്കിറാവുക എന്ന് പറഞ്ഞത് ഇന്ന ആൾക്കേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അത് കച്ചവടക്കാരനും പറ്റും, അത് ബിസിനസ്സുകാരനും പറ്റും, അധ്യാപകനും പറ്റും, പോലീസുകാരനും പറ്റും, പഞ്ചായത്ത് ഓഫീസിലുള്ളവനും പറ്റും, പ്ലാൻ ഉണ്ടാക്കണവനും പറ്റും, ലൈവ് കൊടുക്കണവനും പറ്റും, മൈക്കക്കാരനും പറ്റും. ദാക്കിറാവൽ എല്ലാവർക്കും പറ്റും. മനസ്സ് വേണമെന്നേ ഉള്ളൂ. മനസ്സുണ്ടെങ്കിൽ ആർക്കും പറ്റും. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത എല്ലാ കാര്യങ്ങളും ഖൈറ് ബർക്കത്തിനെ തൊട്ട് മുറിഞ്ഞതായിരിക്കും എന്ന ഒരു സന്ദേശത്തെ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മളെപ്പോഴും ദാക്കിരീങ്ങളാവണം. എന്നാലേ നമ്മൾ ദുന്യാവും രക്ഷപ്പെടും, ആഖിറും രക്ഷപ്പെടും. നമുക്ക് നമ്മളെ ദുന്യാവും രക്ഷപ്പെടണം, നമ്മുടെ ആഖിറും രക്ഷപ്പെടണം. ദുനിയാവിൽ വളരെ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടെ ജീവിക്കണം. ആഖിറും അങ്ങനെ തന്നെ ആവണം. അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈ ഇങ്ങനെ പിടിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരിക്കൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കൈയാകുന്നു, കാരണം ഇത് അധ്വാനിക്കുന്ന കൈയാണ്. തയമ്പുണ്ടായിരുന്നു മൂപ്പര കയ്യുമ്മേ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യുമ്മ തയമ്പുണ്ടായിരുന്നു. ആ കയ്യെ പിടിച്ചാണ്ട് പൊന്തിച്ചിട്ട് പറഞ്ഞു, ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കൈയാകുന്നു, കാരണം ഇത് അധ്വാനിക്കുന്ന കൈയാണ്. അതുകൊണ്ട് നമ്മൾ തൊഴിലുള്ളിടത്തോളം കാലം തൊഴിലെടുക്കണം. ഒരാൾ അക്കരമയായി, ഒരാൾ ഇക്കരമയായി, ഒരാൾ നടുവിലുമായി. ഞാൻ ഇപ്പോൾ പണിക്കൊന്നും പോണില്ല, അത് ഞാൻ പിന്നെ കാലാവധിക്ക് മുമ്പ് തന്നെയാണ് വിരമിച്ചു. കുട്ടികളൊക്കെ ഇപ്പോൾ ഒരാൾ അക്കരമ ഒരാൾ ഇക്കരമയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ പിന്നെയാണ് പോണില്ല എന്ന് വെച്ചു. ജോലി ഉള്ള ഒരാൾ ചെയ്യാതിരിക്കരുത്. മരിക്കോളം ജോലി ചെയ്യണം. വയ്ക്കുമെങ്കിൽ ഉണ്ടെങ്കിൽ മരിക്കോളം ജോലി ചെയ്യണം. ഈ ജോലി ചെയ്യുന്നതും വരുമാനം ഉണ്ടാക്കുന്നതും ഒജീനത്തിന് മാത്രമല്ല. ഒജീനത്തിന് എന്തെല്ലാം വഴിയുണ്ട്. ഒജീനത്തിന് പല വഴിയുണ്ട്. ഇന്നലെ എനിക്ക് നോൽബ് ഇറക്കുമ്പോൾ ആവോലി പൊരിച്ചതായിരുന്നു. വല്ല അധ്വാനം ഉണ്ടായിട്ടാ പോയി? ഒരധ്വാനമില്ല. തൗഫീഖ് ഇല്ലെങ്കിൽ ഗോഡൗൺ നിറയെ അരി ഉണ്ടായിട്ടും കാര്യമില്ല. അന്നും വെള്ളം തൊള്ളേ കൂടെ കീപ്പട്ടാണ് പോകില്ല. തൗഫീഖാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ വരുമാനം ഭക്ഷണം കഴിക്കാനല്ല. വരുമാനത്തിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം സ്വതക്ക കൊടുക്കലാണ്. അതിന് നമ്മളെ മുതൽ തന്നെ വേണം, വേറുള്ളവരത് ഉണ്ടായിട്ട് കാര്യമില്ല. പെരയത്തെ ചെലവിന് അക്കരമുള്ളവൻ്റെ പറ്റും, ഇക്കരമുള്ളവൻ്റെ പറ്റും. ആശുപത്രിയത്തെ ചെലവിന് നടുവിലുള്ളവൻ്റെ പറ്റും. സ്വതക്ക കൊടുക്കാൻ നമ്മൾ തന്നെ വേണം. അതുകൊണ്ട് ജോലി ഉള്ളിടത്തോളം കാലം അധ്വാനിക്കണം. കച്ചവടത്തിന് പോകാൻ പറ്റുന്നിടത്തോളം കാലം പോകണം. തൊഴിലെടുക്കാൻ കഴിയുന്ന അത്രയും കാലം തൊഴിലെടുക്കണം, അധ്വാനിക്കണം, പണം ഉണ്ടാവണം, സ്വന്തം പൈസ ഉണ്ടായിരിക്കണം അവനവൻ്റെ അടുത്ത്. സ്വതക്ക കൊടുക്കലാകുന്നു പണത്തിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്നത് തിരിച്ചറിയണം. 1.25 ലക്ഷം ഉറുപ്യ ശമ്പളമുള്ള ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. പെരമ്മ ലോണുണ്ട്, മരിച്ചപ്പോൾ കടം ബാക്കിയുണ്ട്. എന്തേ ബറക്കത്ത് പോയതിൻ്റെ കാര്യം? സ്വതക്കയില്ലാതെ മുതലിൽ ബർക്കത്ത് ഉണ്ടാവില്ല. 1ന് 10 കിട്ടുന്ന ബിസിനസ് സ്വതക്ക മാത്രമേ ഉള്ളൂ. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ. നന്മ 10 ഇരട്ടി കൊണ്ട് തിരിച്ചു കിട്ടുന്ന ഒറ്റ കാര്യമുള്ളൂ. പലിശ കൊടുത്താൽ പരമാവധി പലിശ 17% കിട്ടുക. പലിശക്കുള്ളപ്പോൾ അല്ലേ കൊടുക്കാൻ പറ്റിയ കാര്യം.
ഇനി 100% കിട്ടിയാൽ 1,00,000 2 ലക്ഷം ഉണ്ടാവുള്ളൂ, 10 ലക്ഷം ഉണ്ടാവില്ല. സദഖ കൊടുത്താൽ 1,00,000 10 ലക്ഷം. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ എന്ന് വഹയിന്റെ ഇൽമാണ്. എന്തേ കിട്ടാത്തത്? ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മാർക്കറ്റിൽ പോയി. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹാക്ക് പനി ഉണ്ടായി മാറിയപ്പോൾ ഒരു ഉറുമാമ്പഴം തിന്നണമെന്ന പൂതി. അലിയാരോട് പറഞ്ഞു, എനിക്കൊരു ഉറുമാമ്പഴം തിന്നണമെന്ന് പൂതി ഉണ്ട്, നിങ്ങൾ കൊടുന്നു ചോദിച്ചു. അതിന് മൂപ്പര് അങ്ങാടി പോയി മാർക്കറ്റിൽ ഉള്ള പൈസ കൂടി നുള്ളി പെറുക്കിങ്ങാണ്ട് ഒരു ഉറുമാമ്പഴം വാങ്ങിങ്ങാണ്ട് അതിട്ട് ഇങ്ങനെ വരികയാണ്. വഴിയിൽ നിന്ന് ജയിൽ മോചിതനായി നടന്നു വരുന്ന ഒരാളെ കണ്ടു. ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. അലിയാരെ കണ്ടപ്പോൾ ചോദിച്ചു, അലിയാരെ തിന്നാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരികയായിരുന്നു. അതിൽ മൂപ്പരടുത്ത് ഒരു ഉറുമാമ്പഴം ഉണ്ട്, ഫാത്തിമാക്ക് കൊണ്ടുപോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിച്ച്, പടച്ചോനെ ഞാനിപ്പോൾ ഇത് കൊണ്ടുപോകണത് ഫാത്തിമാക്ക് കൊണ്ടുപോവുകയാണ്, പക്ഷേ ഫാത്തിമാക്ക് വിശന്നിട്ടല്ല, പൂതിയായിട്ടാണ്. ഇയാളിപ്പോൾ ഈ ചോദിക്കുന്നത് വിശന്നിട്ടാണ്. വിശപ്പിന് 1-ാം സ്ഥാനം കൊടുക്കണോ, പൂതിക്ക് 1-ാം സ്ഥാനം കൊടുക്കണോ? കുറെ ഇങ്ങനെ ആലോചിച്ചിട്ട് അവസാനം വിശപ്പിന് 1-ാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അത് കൊടുത്തു. രണ്ടാമതൊന്നും വാങ്ങാൻ കഴിയില്ല. അപ്പം ഇങ്ങനെ വിഷമത്തിൽ വീട്ടിൽ ഇങ്ങനെ ചെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രിയപ്പെട്ട ഭർത്താവേ, മുഖത്തെന്തോ ഒരു ക്ഷീണുണ്ടല്ലോ, എന്തേ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ലായിരുന്നു. എന്തേ പറ്റി ചോദിച്ചു. ഒന്നുമില്ല ഫാത്തിമ, നീ എന്നോടൊരു ഉറുമാമ്പഴം തിന്നാനുള്ള പൂതി പറഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് ഉറുമാമ്പഴം വാങ്ങി മടങ്ങി വരുന്ന വഴിയിൽ ഒരു യാചകനെ കണ്ടു. ഭക്ഷണമില്ലാതെ വിഷമിച്ച ഒരാള്. ഞാൻ ആ ഉറുമാമ്പഴം അയാൾക്ക് കൊടുത്തു. ഫാത്തിമ, രണ്ടാമതൊന്ന് വാങ്ങാൻ എൻ്റെ അടുക്കൽ പണമില്ല എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് വലിയ റാഹത്തായി. നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിലാണ് എനിക്ക് വലിയ വിഷമം ഉണ്ടാകുക, കൊടുത്തതുകൊണ്ട് ഭയങ്കര റാഹത്തായി എന്ന് പറഞ്ഞു. പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കയറി വരുന്നുണ്ട് പെരേക്ക്. ഇവരിങ്ങനെ കയറി വന്ന് മൂപ്പരെ കയ്യിലൊരു കീസുണ്ട്. ആ കീസ് കൊടുത്തു. ഇത് അലിയാരെ എങ്ങൾക്ക് തരാൻ വേണ്ടി തന്നതാണ് പറഞ്ഞു. തുറന്നു നോക്കുമ്പോൾ 9 ഉറുമാമ്പഴമുണ്ട്. ഭയങ്കര റാഹത്തായി. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ എണ്ണി 1, 2, 9. അമ്രേ, ഈ ഉറുമാമ്പഴം എനിക്കുള്ളതാവൂലട്ടോ പറഞ്ഞു. അല്ല, നിങ്ങൾക്കുള്ള തന്നെയാണ് പറഞ്ഞു. ഏയ്, ഒരിക്കലും സാധ്യതയില്ല പറഞ്ഞു. അതെന്താ ചോദിച്ചു. ഒരു നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു നൽകാന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂലിന് തെറ്റൂല. ഇത് 9 ഉറുമാമ്പഴേ ഉള്ളൂ എന്ന് പറഞ്ഞു സയ്യിദ്ന അലി ഇബ്നു അബി ത്വാലിബ്. അതിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒന്നിങ്ങനെ പിന്നിക്ക് പിടിച്ചിരുന്നു. അതും കൂടിയാണ് കൊടുത്തിട്ട് പറഞ്ഞു, 10 ഉണ്ട് എടുത്തോളിയായിരുന്നു. 1-ന് 10 കിട്ടുന്ന ബിസിനസ് സ്വതക്കയല്ലാതെ വേറൊന്നില്ല. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ മുതലാളിയായ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പരിശോധിച്ചോളി. ഓനോ ഓൻ്റെ വാപ്പേ, വാപ്പാൻ്റെ വാപ്പേ, അതിൻ്റെ വാപ്പേ സ്വതക്ക കൊടുക്കാതെ മുതലാളിയായിട്ടുണ്ടാവില്ല. നിങ്ങൾ മൊത്തം മുഅ്മിനീങ്ങളെ കൂട്ടത്തിലുള്ള മുഴുവൻ പൈസക്കാരെയും പരിശോധിച്ചോളി. ഓന്, ഓൻ്റെ വാപ്പ, വാപ്പാൻ്റെ വാപ്പ, അതിൻ്റെ വാപ്പ, അതിൻ്റെ വാപ്പ, ഏതെങ്കിലും ഒരു വാപ്പ സ്വതക്ക കൊടുത്തിട്ടുണ്ടാവും എന്നതാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. കാരണം അത്ര ലാഭം ഉണ്ടാകുന്ന വേറെ കച്ചവടം ദുനിയാവിലില്ല. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു നൽകുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്ര ശമ്പളം ഉണ്ടായാലും എത്ര വരുമാനം ഉണ്ടായാലും വരുമാനത്തിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ സ്വതക്കയുടെ കാര്യത്തിൽ സൂക്ഷ്മത വേണം. ഒരു വിഹിതം എപ്പോഴും സ്വതക്കക്ക് വേണ്ടി മാറ്റിച്ചോക്കി നല്ല ബർക്കത്തേക്കാരം. ഒരു വിഹിതം എപ്പോഴും അത് ദുഃഖത്തിലും സന്തോഷത്തിലും കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളെ പേരയിൽ ബദരീങ്ങളുടെ പേരിലുള്ള ഒരു നീർച്ചപ്പെട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. മാസം 15 നീർച്ചയ്ക്കുള്ളൊരു പെട്ടി ഉണ്ട് പേരയിൽ വിചാരിച്ചോളൂ. പേരക്കുട്ടി വന്നപ്പോൾ വയറ്റും നോക്കും പനിയാ. വേഗം ഒരു 10 തൊട്ട് എടുത്തുങ്ങാണ്ട് ബദരീങ്ങളെ പെട്ടിയിൽ എൻ്റെ കുട്ടിയുടെ ദണ്ണം മാറട്ടെ ഇട്ടു. ദണ്ണം മാറി. പേരക്കുട്ടി വന്നപ്പോൾ വയറ്റു നോക്കും പനിയില്ല, എന്നിട്ടോ
അപ്പോഴും ഇടണം. അതാണ് നമുക്ക് നിഖ്മത്തിൽ മാത്രം അള്ളാഹുവിനെ ഓർമ്മ വരും, നിഅമത്തിൽ ഓർമ്മ വരൂല. ഇതാണ് നമ്മളൊരു പ്രശ്നം. നിഅമത്തിൽ ഓർമ്മ വരൂല, നിഖ്മത്തിൽ ഓർമ്മ വരും. അതായത് നമ്മളിങ്ങനെ നമുക്ക് വലിയ ശമ്പളം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളി. 1,00,000 റുപ്യ ശമ്പളം ഉണ്ട്, 50,000 എല്ലാ മാസവും ചിലവാകും, ബാക്കി 50,000 ഇങ്ങനെ ബാക്കിയാവും. ഒരു 10 മാസം കഴിഞ്ഞാൽ 5,00,000 റുപ്യ ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ മൂപ്പർക്ക് ഹെർണിയ, കൊടലിറക്കം അല്ലെങ്കിൽ ഫിസ്റ്റുല, ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. 4,50,000 റുപ്യാണ് ചിലവായി. എന്ത് പറയും? എന്താ ഇപ്പം കാട്ട, പടച്ചോൻ്റെ ഒരു വിധിയല്ലേ എന്ന് പറയും. ആ 50,000 എല്ലാ മാസവും ഏറെ തന്നീന്നത് പടച്ചോൻ്റെ വിധിയല്ല കേട്ടോ. ഈ 4,50,000 റുപ്യ ഒന്നിച്ചാണ് ചിലവായത് ആരെ വിധിയായി? പടച്ചോൻ്റെ വിധിയായി മാറി. ഇങ്ങനെയാണ് നമ്മൾ കാഴ്ചപ്പാടുള്ളത്. വണ്ടി തട്ടിയ ഡേറ്റ് ഭയങ്കര ഓർമ്മയ്ക്കാർ, ആ സ്ഥലമൊക്കെ ഓർമ്മ ഉണ്ടാവും. ആ വളവ്, അതാ 3ാമത്തെ വളവ്, അവിടെയാണ് പണ്ട് ഞാൻ വണ്ടിയായിട്ട് പോയപ്പോൾ തട്ടിയത്. വണ്ടി വാങ്ങിയത് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. നിഅമത്ത് ഓർമ്മയില്ല, നിഖ്മത്ത് ഓർമ്മയുണ്ട് എന്നുള്ളതാണ്. അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായാൽ എന്തോരു പല്ലുവേദനയാണ്, എപ്പോൾ നോക്കിയാലും ഇങ്ങനെ തന്നെ. അല്ലാ, എന്തിനാണ് ഇന്നെങ്ങനെ ഇടങ്ങാറാക്കണത് എന്നായി. 23.5 മണിക്കൂർ പല്ലുവേദന ഇല്ലാത്ത ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിഅമത്ത് ഓർമ്മയില്ല, നിഖ്മത്ത് ഓർമ്മയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു പ്രശ്നം.